സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. ബ്രഹ്മചാരി. സെബദിപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും പിതാവായ സെബദിയുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തക്ഷണം അവർ വഞ്ചിയും അവരുടെ പിതാവിനെയും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. മത്തായി 4:21-22. പുരോഹിതൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായി ബ്രഹ്മചര്യം വ്രതമായി സ്വീകരിച്ചിരിക്കുന്നു. ബ്രഹ്മചാരി എന്ന വാക്കിന് ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ, അതായത് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവൻ എന്ന ധ്വനി പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഏറെ അർത്ഥവത്താണ്. ദൈവമാണ് അവന് സർവസ്വവും. ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവൻ ചെലവഴിക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച് ദൈവപുത്രനായ യേശുവിനെ അനുഗമിക്കാനും അവിടത്തോടുകൂടെ നടക്കാനും അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പുരോഹിതൻ ലൈംഗിക സന്തോഷങ്ങളിൽ നിന്നും സുഖങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു. ഇത് ലൈംഗിക സന്തോഷങ്ങൾ പാപമായതുകൊണ്ടോ മോശമായതുകൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വിവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ഭാര്യയോടും മക്കളോടും തീർച്ചയായും ആഴമാർന്ന ബന്ധവും സ്നേഹവും ഉത്തരവാദിത്വവുമുണ്ട്. ഇത് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇതില്ലെങ്കിൽ കുടുംബജീവിതം ശിഥിലമാകും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും വിശ്വസ്തതയുമാണ് കുടുംബജീവിതം ശ്രേഷ്ഠമാക്കുന്നത്. അത്തരമൊരു സ്നേഹാനുഭവത്തിൽ നിന്നാണ് പുരോഹിതന് ജന്മം ലഭിച്ചത് തന്നെ. വിവാഹങ്ങൾ ആശീർവദിച്ച് ദമ്പതിമാരെ കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്ന പുരോഹിതൻ വൈവാഹിക ബന്ധം ഏറെ ആദരത്തോടു കൂടെയാണ് കാണുന്നത്. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ലൈംഗികത എന്ന ദാനത്തിന് അവൻ അവിടത്തേക്ക് നിരന്തരം നന്ദി പറയുന്നു. ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി തൻ്റെ പങ്കാളിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത് പോലെ പുരോഹിതൻ ദൈവരാജ്യത്തിനു വേണ്ടിയും ദൈവജനത്തിനു വേണ്ടിയും സ്വയം സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരാൾക്കല്ല, സമൂഹത്തിന് മുഴുവൻ പുരോഹിതനിൽ അധികാരമുണ്ട്. അവൻ അവർക്കെല്ലാം സ്വന്തമാണ്. അവൻ ഏറെ പേർക്ക് മകനാണ്, പിതാവാണ്, സഹോദരനാണ്, ജ്യേഷ്ഠനാണ്, അനുജനാണ്, സുഹൃത്താണ്. ഈ ബന്ധങ്ങളെല്ലാം അതിൻ്റെ ആഴത്തിൽ ആസ്വദിക്കാനും ജീവിക്കാനും ബ്രഹ്മചര്യം അവനെ സഹായിക്കുന്നു. ബ്രഹ്മചര്യം പുരോഹിതനെ ആന്തരികമായും ബാഹ്യമായും ഒരുപാട് സ്വതന്ത്രനാക്കുന്നു. സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ പൂർത്തിയാക്കാനില്ലാത്ത അവൻ ഏതു സ്ഥലത്തേക്കും എപ്പോൾ വേണമെങ്കിലും അയക്കപ്പെടാൻ തയ്യാറാണ്. ദൗത്യനിർവഹണത്തിനിടെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യം എന്താകും, അവരെ ആരു പരിപാലിക്കും എന്നതുപോലുള്ള ആകുലതകളോ പേടികളോ അവനില്ല. ഇത്തരം ഒരു സ്വാതന്ത്ര്യം സ്വന്തം ദൗത്യത്തിനു വേണ്ടി പീഡകൾ സഹിക്കാനും മരണം വരിക്കാൻ പോലും അവനെ സജ്ജനാക്കുന്നു. പുരോഹിതൻ ആരുടെയും സ്വന്തമല്ല, എന്നാൽ തങ്ങളുടെ എല്ലാം സ്വന്തമാണെന്ന കാര്യം അവൻ്റെ അടുത്തേക്ക് വരാൻ സഹയാത്രികർക്ക് ഏറെ സ്വാതന്ത്ര്യം നൽകുന്നു. തങ്ങളുടെ ജീവിതയാത്രയിൽ സഹയാത്രിയായി ലഭിച്ച അവനുമായി അവർ വിശ്വാസത്തോടും
സന്തോഷത്തോടും കൂടെ യാത്ര ചെയ്യുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് ബ്രഹ്മചര്യം എന്ന വ്രതം എപ്രകാരമാണ് എല്ലാവർക്കും സ്വന്തമാകാനും സംലഭ്യനാകാനും എന്നെ സ്വതന്ത്രനാക്കുന്നത് എന്ന് ചിന്തിക്കുക. എൻ്റെ മാനുഷിക ചോദനകൾക്കും ശാരീരിക അഭിലാഷങ്ങൾക്കും അതീതമായി ജീവിക്കാൻ ഓരോ ദിവസവും എനിക്ക് കരുത്തു പകരുന്ന ദൈവത്തിന് നന്ദി പറയുക. ഏറ്റവും സ്നേഹത്തോടും വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാനുള്ള അനുഗ്രഹം യാചിക്കുക.